ഫ്രീ കിട്ടുമ്പോഴെല്ലാം ഈ ഷഹാദത്ത് കൽമയിലൂടെ നിങ്ങളും ഭർത്താവും കുട്ടികളും വീടും പ്രപഞ്ചം തന്നെ, ഭൂമിയും പ്രപഞ്ചം തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ ചുറ്റിക്കാത്ത ശൂന്യമായിരിക്കാം. എന്നിട്ട് അശൂന്യമായിരുന്ന അള്ളാഹു, ദൃശ്യമാവാത്ത പരമാത്മാവ്, വെളിവാവാത്ത പരമാത്മാവായ അള്ളാഹു തലത്തിൽ ചെന്നിരുന്നിട്ട് അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്തെന്ന പോലെ പ്രകാശമായി ദൃശ്യമാവാൻ. അതാണ് ആകാശഭൂമി പ്രകാശമായ ആദ്യ ജ്യോതി, അള്ളാഹുവിൻ്റെ തിരുമുഖം എന്ന് പറഞ്ഞത്. ആ മുഖമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു വിത്ത് മുളച്ച് വളർന്ന് വടവൃക്ഷമാവുന്ന പോലെ, അതാണ് സജറത്തുൽ ത്വയ്യിബ, അതായത് വിത്തിൽ നിന്ന് മുളച്ച് വളർന്ന് വന്ന ഒരു വടവൃക്ഷത്തെ പോലെയാണ് ഷഹാദത്ത് കൽമ വിശദീകരിച്ചാൽ. അതാണ് ആ വിത്ത് മുളച്ച് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച്, നേരത്തെ പറഞ്ഞതാണ് വീണ്ടും ഉണർത്തുന്നത്, വ്യാപിച്ചു എന്നുള്ള അർത്ഥം. ഈശ്വരനായ ശിവൻ എന്നും ഉപനിഷത്ത് അശ്വതു അൻ ലാ ഇലാഹ എന്ന് പറഞ്ഞു. അതിനാണ് ശാസ്ത്രം പ്രപഞ്ചമെന്ന് പറയുന്നത്. ആ ഇലാഹും ശിവനുമായി ശരീരത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമിയിലേക്ക്, തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം ജ്യോതി തന്നെ ബീജമായി ഇറങ്ങി വന്നുകൊണ്ട് ഇലാഹും ശിവനും പുനർജനിച്ചുള്ള, തൻ്റെ ഗർഭത്തിൽ തന്നെ ജനിച്ചുള്ള ശിവ അവതാരവും ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ല അന്ന മുഹമ്മദ് റസൂലുള്ളാഹി തന്നെയാണ് ആദിമ മനുഷ്യനായും ഭൂമിയിൽ വന്നിട്ടുള്ളത്. അപ്പം റസൂള്ള പറഞ്ഞ അനമീൻ നൂരില്ലാഹി, ഞാൻ അള്ളാഹുവിൻ്റെ നൂറാണ്, പ്രകാശമാണ്. എന്നിട്ട് ആ പ്രകാശമാണ് ഷഹാദത്ത് കൽമയും റസൂലുള്ളാഹിനെ പഠിപ്പിച്ചത്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന, ആ ഇലാഹിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ നൂർ തന്നെ ഇറങ്ങി വന്നു. അനമീൻ നൂരില്ലാഹി തന്നെ ഇറങ്ങി വന്നു. അനമീൻ നൂറില്ലാഹി അല്ല റസൂലുള്ള ഇറങ്ങി വന്നുകൊണ്ട് ആദിമ മനുഷ്യനായി വിത്തിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമിയും ആ പ്രകാശവും ആയ പുരുഷനുമായിക്കൊണ്ട് റസൂലുള്ള വെളിവായി ആദിമ മനുഷ്യനായി. അതുകൊണ്ടാണ് ആദിമിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് റസൂലുള്ള പറഞ്ഞത്. അപ്പം റസൂലുള്ള മക്കത്ത് ജനിച്ച് മദീനയിൽ വഫാത്തായ ആളാണോ? എവിടെയാണ് പ്രശ്നം? അല്ല, അനമീനുള്ള ആദ്യ ഒളിവാണ്. അത് തന്നെ ഞാനും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമാക്കി നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചും എല്ലാം ആക്കി കാണിത്തരുന്നത്. ഇതാണ് റസൂലുള്ളാഹി. അതാണ് ഇബ്രാഹിം നബിയും മുഹിയുദ്ദീനും അജ്മീർ കാജിയും ഒക്കെ അതാണ് കൃഷ്ണനും രാമനും ഉപനിഷത്തുകളൊക്കെ രചിച്ചുള്ളത്, ഗീത രചിച്ചതും ഈ ആത്മാവായ ഞാൻ തന്നെയാണ്. ആ മുഹമ്മദ് തന്നെയാണ്. ഒന്നാണെങ്കിൽ ആ മുഹമ്മദ് തന്നെയാണ്. ആ കൃഷ്ണനും രാമനും മുഹമ്മദ് തന്നെയാണ്. അവരും അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞാൽ ആ ഒന്നാണ്. എല്ലാ രൂപമാണ്, നൂറാണ്. അപ്പോൾ അത് മുഹമ്മയെ വെളിവായി വന്നുകൊണ്ട് വീണ്ടും ആ ഇലാഹിൻ്റെയും ശിവൻ്റെയും ആ പ്രക്രിയ തന്നെ തൻ്റെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം ബീജം നിക്ഷേപിച്ചു. ആ ആദിമ മനുഷ്യൻ പുനർജനിച്ചു. ജന്മജന്മാന്തരം ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഭൂമിയിലെ എല്ലാവരും കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും മുഹമ്മദും യേശുവും നിങ്ങളും ഞാനും എല്ലാവരും ആ ഒന്ന് തന്നെയല്ലേ? ആ ശിവനും ഇലാഹും തന്നെയല്ലേ വ്യാപിച്ചിരിക്കുന്നത്? പിന്നെ എന്തുകൊണ്ട് ആ പ്രദേശത്തുള്ളവർ പറ്റൂല, ഈ പ്രദേശത്തുള്ളവർ പറ്റില്ല, ആ വിശ്വാസികളും മതങ്ങളും പറ്റൂല എന്ന് പറഞ്ഞത് അജ്ഞരും അന്ധരുമായവരെ കൊണ്ടാണ്. വേഷം കൊണ്ട്, കാവി ധരിച്ചത് കൊണ്ടോ, പച്ച ധരിച്ചത് കൊണ്ടോ, ദേശീയ ഉള്ളത് കൊണ്ടോ, ലോഹ ഇട്ടത് കൊണ്ടോ നിങ്ങൾ നന്നാവില്ല. നിങ്ങൾ യഥാർത്ഥമായി തീർന്നല്ലാതെ ശുദ്ധമാവില്ല ആരും. അപ്പം നിങ്ങൾ ശുദ്ധമാവുക, ആ അശുദ്ധി തീര, ആ മായും അശുദ്ധിയും പോക്കി ദൈവ സാക്ഷാത്കാരം പ്രാപിക്കുക. അതാണ് ഗീതയും മറ്റേ ബൈബിളും പറഞ്ഞത്. ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം സിദ്ധിച്ചു, ആത്മാവിനെ കളങ്കപ്പെടുത്തിയവൻ നിർഭാഗ്യമടിഞ്ഞു. ആത്മാവായ നിങ്ങൾ ഈ ശരീരത്തെ സൃഷ്ടിക്കുകയും സൃഷ്ടാവും ആത്മാവുമായ ആ പ്രപഞ്ചനാഥൻ തന്നെ ഇതിൽ പ്രവേശിക്കൊണ്ട് നിലന്ന് പ്രവർത്തിച്ചു പോരുന്ന ഈ പ്രപഞ്ചനാഥൻ പരമാത്മാവായ നാഥനാണെന്ന് അറിയാതെ ഇത്
ഞാനാണ് കണ്ടതും കേട്ടതും അറിഞ്ഞതും പ്രവർത്തിച്ചതും ഞാൻ ചെയ്യുന്നതൊക്കെ ഞാനാണ്. ദൈവത്തെ കാണാനോ അറിയാനോ കയ്യിലാനോ പറഞ്ഞ് ദൈവത്തിൻ്റെ പകരക്കാരനായിരിക്കുന്ന നിങ്ങൾ ഈ പകരക്കാരനും അശുദ്ധിയും മായും കളഞ്ഞ് പരമാത്മാവായ ഈശ്വരനും അല്ലാഹുവാണ് ഇതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയതും എന്നിട്ട് ഇതിൽ പ്രവേശിച്ചുകൊണ്ട് നടന്ന് പ്രവർത്തിക്കുന്നുമെന്ന യാഥാർത്ഥ ബോധ്യത്തിലേക്ക്, ആ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്ന് ശുദ്ധമായി, അതാ എല്ലാ മതങ്ങളും ശുദ്ധി ചെയ്യാൻ പറയുന്നത്, ആ പ്രപഞ്ചനാഥനായി പരമാത്മാവായി ഈശ്വരനായി അള്ളാഹുവായി തീരുക. എല്ലാവരും ഭൂമിയിൽ എല്ലാവരും ഒന്നാണ്. ഓരോരുത്തരും ദൈവ ബോധോദയം സിദ്ധിച്ച് ദൈവ ദർശനം ലഭിച്ച് ബോധോദയം ലഭിച്ച് ദൈവ സാക്ഷാത്കാരം പ്രാപിച്ചവരാണ് ഈ മതങ്ങളെല്ലാമായി ഇവിടെ ഭൂമിയിൽ വന്ന ജനങ്ങളെ ഈ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളവർ. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒന്നാണെന്ന് അറിയാതെ നിങ്ങൾ വിവിധങ്ങളായി കണ്ടു. അത് ഹിന്ദു, ഇത് ക്രിസ്ത്യൻ, ഇത് പാർസി, ഇത് മുസ്ലിം എന്ന് പറഞ്ഞ് വിവിധങ്ങളാക്കി തമ്മിൽ തല്ലുന്ന പണിയാണ് ഇപ്പോൾ. ദൈവങ്ങൾ തമ്മിൽ തന്നെ ഇപ്പം തല്ലുന്നത്. ആ പരമാത്മാവായ ഈശ്വരനല്ലാതെ ഭൂമിയിലൊന്നുമില്ല. ആ പരമാത്മാവ് തമ്മിലാണ് അജ്ഞനും അന്ധകാരത്തിലും മുഴുകി നീ വേറെ ഞാൻ വേറെ മറ്റൊരു വേറെ, ആ ജാതി ഈ ജാതി മറ്റേ ജാതി മറ്റേ പ്രദേശക്കാരെന്ന് പറഞ്ഞ് തല്ലിക്കൊണ്ടിരിക്കുന്നത് ഈശ്വരനാണ്, ദൈവമാണ്, അല്ലേ? ഇത് ഇല്ലാതിരിക്കാനാണ് ഓരോ കാലത്തും ഓരോരുത്തരും അവതരിച്ചതും ഭൂജാതനായതും. അവരെല്ലാവരും തന്നെയാണ് ഈ കാലത്ത് ഇവിടെ ഇപ്പം ഭൂജാതനായിക്കൊണ്ട് അവതരിച്ചുകൊണ്ട് ലോകത്തോട് പറയുന്നത് ഇത് വേണ്ട, ഈ വൈരുദ്ധ്യം വേണ്ട, ഈ തല്ല് വേണ്ട, നിങ്ങളെല്ലാവരും ഏകമാണ്. അതാണ് ദർശനം പറഞ്ഞത്, ഏകം സദ്വിപ്ര ബഹുധാ വദന്തി. ആ ഒന്നാണ് സകലമാനും ഈ മനുഷ്യനുമായി ദൃശ്യമായിട്ടുള്ളത്, ഒന്നാണ്. അതാണ് പറയുന്നത് വസുദൈവക കുടുംബകം. ഭൂമിയിൽ ഈ ശിവനും ഇലാഹുമായ ഈ ശരീരത്തിൻ്റെ ഉള്ളിലെ അർദ്ധനരീശ്വരനായ ശിവനും ഇലാഹുമായ ഈ പ്രപഞ്ച ശരീരത്തിൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ വിത്തിട്ട മുളക്കുന്ന ശരീരത്തിനുള്ളിലെ ഗർഭമാണ് ഭൂമി. ഈ ഗർഭത്തിൽ ആ പ്രകാശം ഇറങ്ങി വന്നുകൊണ്ട് പുനർജനിച്ചുള്ള ഭൂമിയിലെ എല്ലാ മനുഷ്യരും ആ ദൈവ സ്വരൂപവുമാണ്, ദൈവത്തിൻ്റെ സന്തതികളാണ്. യേശു പറഞ്ഞ പോലെ ദൈവപുത്രനാണ് ഞാൻ എന്ന് പറഞ്ഞത്. നമ്മളെല്ലാവരും ആ ദൈവപുത്രന്മാരാണ്, ദൈവപുത്രനാണ്. അതാണ് വസുദൈവ കുടുംബകം. ഈ ഒരു കുടുംബമാണ്, ഈ ഒരു ഗർഭത്തിലാണ്, അതായത് അർദ്ധനാരിയാം ഗർഭത്തിലാണ് നമ്മൾ. ആ നരി എന്ന ഭൂമി എന്ന ഗർഭത്തിലാണ്, വിത്തിട്ട് മുഴുക്കുന്ന ഗർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ജന്മം നൽകി ജനിച്ചത് ഒരു ഗർഭമാണ്. അതാണ് വസുദൈവക കുടുംബകം എന്ന് പറഞ്ഞത്. ഒരു കുടുംബമാണ് ഈ ഗർഭത്തിലെ. ഈ മാതാപിതാക്കളുടെ സന്തതികളാണ്, ദൈവപുത്രന്മാരാണ്, പുത്രനാണ് നാം. എന്നിട്ട് പറയുന്ന ഭാരതദർശനം ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. ലോകത്തിലെ സകലമാനത്തിനും മനുഷ്യർക്കും സുഖവും ഐശ്വര്യവും ഉണ്ടാവട്ടെ, ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനമാണ് ഭാരതം. ഇതാണ് ഭാരതം, ഇതാണ് ആർഷ ഭാരത സംസ്കാരം. അല്ലാതെ നിങ്ങൾ ആ സ്ഥലക്കാരൻ ഈ സ്ഥലക്കാരൻ ആ ജാതി ആ മതം എന്ന് പറയുന്നവൻ ആർഷ ഭാരത സംസ്കാരമല്ല. ഓൻ ആർഷ ഭാരത സംസ്കാരത്തിൽപ്പെട്ട ആളല്ല. ഓനും ഉപനിഷത്തും ഗീതയിൽപ്പെട്ട ആളല്ല. ഓൻ അവൻ്റേതായ മായയിൽപ്പെട്ട് ആ മായ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ വസുദൈവ കുടുംബകം ലോക സമസ്ത സുഖിന ഭവന്തു എന്ന ഈ യാഥാർത്ഥ്യത്തിലേക്ക്, ആർഷഭാരത സംസ്കാരത്തിലേക്ക് തിരിച്ചു വരണം. എല്ലാവരും മുസ്ലിമുകളും എല്ലാം ഏകമായി തീരാം.